ഞാൻ അറിയാതിപ്പോ സംഭവം എന്താന്നറിയോ, ഡയറ്റ് ആയതുകൊണ്ട് എല്ലാവരും പട്ടിണി കിടന്നു. ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കല്ലേ. ഒരു യങ് ബിസിനസ്മാനെ പരിചയപ്പെടുത്തട്ടെ. ഓൺ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ? എന്തായാലും ഈ തിരക്കിന്റെ ഇടയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. സോ ഓണേർഡ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ടു അവർ OHF ഫ്ലീ മാർക്കറ്റ് കാലിക്കറ്റിലാണ്. വളരെ സന്തോഷത്തോടെയാണ്. അതിനെക്കാട്ടി സന്തോഷം അറിയോ, ഭാര്യനെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് വർഷത്തിലെ 2 തവണ 2 എക്സിബിഷൻ അല്ലെങ്കിൽ 3 എക്സിബിഷൻ. മമ്മി ഇപ്രാവശ്യം സൂപ്പറാണല്ലോ. 3 പ്രാണ എനിക്ക് പ്രാണ കിട്ടിയായിരുന്നു, പക്ഷെ അത് ഭയങ്കര ലൂസ്. ചേച്ചി പട്ടിണി ഇട്ടാന്നല്ലേ പറയുന്നത്. കണ്ടോ, എന്റെ പഴയ സൈസിലാണ് തന്നെ. അതിപ്പോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറ്റേ പള്ളിയിൽ അച്ഛനെ പോലെ ഇരിക്കും. ലോഹ. ബാക്കി എല്ലാരും പ്രാണയിലാണ്. വന്നപ്പോ തന്നെ ഒരു ടീച്ചർ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗ് കൊടുത്തു. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ തന്നെ. രാവിലെ നമ്മുടെ സബ്സ്ക്രൈബർ കണ്ണൂരിൽ നിന്ന് വന്നതാ, ഫുഡായിട്ടാ വന്നത്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? എന്താ ഓ ഉണ്ണിയപ്പോ. ഓ ഇന്നത്തേക്ക് വാഴയില് വീട്ടിലുണ്ടാക്കി. എന്തിനാ എപ്പോഴും എടുക്കുന്നത്? കഴിക്കുന്നില്ല എന്ന് പറയുമ്പോ ആള് ഓൾറെഡി തുടങ്ങി. ഓ അത് ഭാഗ്യ. അപ്പൊ ഇരട്ടക്കുട്ടികളായിരിക്കും ഇനി അടുത്തത്. ഒരാൾ എത്തി നോക്കുന്നു ബാക്ക് ചെയ്ത്. കൊള്ളാവാ. അപ്പൊ എക്സിബിഷൻ ജസ്റ്റ് കിക്ക് ഓഫ് ചെയ്യുന്നുള്ളൂ. നമ്മൾ 11 തുടങ്ങുന്നത്. ഇപ്പൊ ഒരു 10:55 ആയി. ഓക്കെ, നോക്കാം. എന്തായാലും തന്നത് അത്യാവശ്യം ഇപ്പൊ 12 മണിയായി. അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. വെരി ഹാപ്പി ടു സീ ദിസ്. നല്ല തിരക്കുണ്ട് കേട്ടാ. എപ്പോഴും കാലിക്കറ്റിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിന് ഐ ഡോണ്ട് നോ വാട്ട് വി ഡിഡ് ടു ഗെറ്റ് സോ മച്ച് ഓഫ് സപ്പോർട്ട് ഫ്രം കാലിക്കറ്റ്. പക്ഷെ എപ്പോഴും എന്താ ഒരു ബ്ലെസ്സിങ് തന്നെയാണിത്. ഭയങ്കര. പക്ഷെ ഇത്തവണ ഒരു നെഗറ്റീവ് ഉണ്ട്, ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? അത് തന്നെ. എന്റെ വ്ളോഗിന് ഇത്തവണ ടൈമില്ല. പോഡ്സ് തന്നെ. അതെ, നമ്മള് പോഡ്സ് ഒക്കെ വിറ്റ് അല്ലേ, നമ്മള് സെയിൽസ് പോയി. ഓ ഫുഡോ പ്രോട്ടീൻ. ഉണ്ണിയപ്പോ 2 കഴിച്ചു. പ്രിയ വ്ളോഗ് ചെയ്യാൻ നടന്നിട്ടില്ല കേട്ടോ ഇന്ന് ഇതുവരെ. നമ്മുടെ ഹാപ്പി പോട നോക്ക്. അസൂയ. ഫുഡ് സ്റ്റോൾസ് കൊണ്ട് ഞങ്ങൾ ഒന്ന് അടുത്തേക്ക് പോകാത്തത്. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബിസിയാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി കുറച്ച് ചൂടുണ്ട്. ഞങ്ങൾ മാക്സിമം ഫാനൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ വെളിയിൽ എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. എന്തായാലും നമ്മളിപ്പം ഫാൻസ് വെച്ച് കുറച്ചൊന്ന് മഴ പെയ്തതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. ഇനി തൊട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഉള്ളിലേക്ക് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? ആക്കും. പക്ഷെ എനിക്കത് വെളി വെച്ചാൽ ആൾക്കാർക്ക് ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അകത്തൊന്ന് പയ്യെ കറങ്ങിയിട്ട് വരാം. കയറി വരുമ്പോ തന്നെ അബിത മാമിന്റെ ഷോപ്പുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും നമ്മള് ഈ കസ്റ്റമേഴ്സ് ഓൺലൈൻ്റെ ഇടയിൽ പോയി വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അൺകംഫർട്ടബിൾനെസ് അല്ലേ? അതുകൊണ്ടാണ് അവർ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇടയിൽ പോയിട്ട് എന്തെങ്കിലും ചോദിക്കുന്നത്. അവരുടെ കസ്റ്റമർ ആണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഫാബിൻ നല്ല ഹാപ്പിയാണ്. ആള് ഓൾറെഡി അടുത്ത് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നൂഡിൽസിന്റെ കൂടെ ഒക്കെ ഇട്ട് കഴിക്കാൻ, അല്ലെങ്കിൽ ചോറിന്റെ കൂടെയും വേണമെങ്കിൽ ഇടാം. ചില്ലി ഓയിൽ. വെറുതെ ഡയലോഗ് ഇറക്കുന്നു. നൂഡിൽസിന്റെ കൂടെ ഇട്ട് കഴിച്ചോണ്ടല്ലോ. നമ്മുടെ കൊറിയൻ നൂഡിൽസ് ഇല്ലേ, സാധാരണ മാഗിയിൽ ഇതിട്ട കൊറിയൻ നൂഡിൽസ് ആയി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പുഡിംഗ് ഉണ്ട്, കല്ലും. ഇത് കടുക്കൊക്കെ തീർന്നു കേട്ടോ. ഓൾമോസ്റ്റ് വരും, ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരും. തീർന്നു കണ്ട. ലാസ്റ്റ് ഇതാണോ ലാസ്റ്റ്? ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, ഒറ്റ ഒരെണ്ണം ഉണ്ട്. അല്ല, എന്റെ പേര് അതിൽ ആ ചീസ് ബേക്ക് ഒരെണ്ണം കഴിക്കണ്ടേ ഇത്തടെ? പിന്നെ
ആ പച്ചമാങ്ങയും മുളകും ഇട്ട ജ്യൂസ് എന്ത് ഫ്രഷ് അല്ലേ, നല്ല ഭയങ്കര റിഫ്രഷിങ്. സ്പൈസി. അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയി. സ്പൈസ് ഇഷ്ടമുള്ള ആളാ പ്രിയ, കുടിച്ചു ആ മുളകും കൂടെ കഴിക്കും. ഓ ഇവിടെ നിന്ന് ഹായ് സ്മാർട്ടായി നിൽക്കുന്നുണ്ടോ? ഇവരുടെ മിസ്റ്ററി ബോക്സിൽ നിന്ന് ഒരു സ്പൈഡർമാനെ കിട്ടിയ ഒരു പയ്യനെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ, ഭയങ്കര ഹാപ്പിയായി. അതല്ലാതെ ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. എന്താണ് ഏറ്റവും പോപ്പുലർ ആയി മൂവ് ചെയ്യുന്നത്? ഏത് പോകുന്നുണ്ട്? ബ്ലൈൻഡ് ബോക്സ് തന്നെ പോകുന്നുണ്ട്. മറ്റേത് പോയല്ലേ, സോൾഡ് ഔട്ട് ആയി. എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ്സാണ് ഇവിടെ. അത് അത്യാവശ്യമായിരുന്നു. അതൊരു നാളെ കൊണ്ടുവരുമോ? സോൾഡ് ഔട്ട് ആയി. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നാളെ ഇന്നും കാട്ടി നന്നായി ചെയ്യണം. താങ്ക് യു. നാച്ചുറൽ ആയിട്ട് കളർലെസ് വരുന്നുണ്ട്. ഇത് മഞ്ചിഷ്ടയാണ്. എനിക്ക് പാക്കിംഗ് ഒക്കെ ഭയങ്കര പ്രീമിയം ആയിട്ട് തോന്നി കേട്ടോ. ഐ നെവർ സീൻ ലൈക്ക് എ ലിപ് ബാം സോ എന്താ പറയുന്നത്, സോ ക്ലാസിലി പാക്ഡ്. എന്തൊരു ക്ലാസ്, ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് എ സ്ലൈഡ് ആൻഡ് ദെൻ ടേക്ക് ഇറ്റ്. സാധാരണ എല്ലാവരും ഡപ്പയും പ്ലാസ്റ്റിക്കും അല്ലേ, ഇത് പ്യുവർ മെറ്റലിലോ ചെയ്ത് വെച്ചിരിക്കുന്നത്. മഞ്ചിഷ്ട എന്നൊരു ആയുർവേദ ഡ്രഗ് ആണ്. അത് നാച്ചുറൽ ആയിട്ട് അതിനൊരു കളർ ഉണ്ടാവും. ആ കളറാണ് നമുക്ക് ഇതിൽ വരിക. ഓക്കെ. ഓൺലൈനിലും കിട്ടുവേ. ഇത് ഡയറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത്. ഇതാണ് ഇവരുടെ പേജ്. സോ പ്ലീസ് ഡു ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ലിപ് ബാം ഹൈലി റെക്കമെൻഡഡ്. കാരണം അത് മാത്രമേ ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവർക്ക് ബോഡി ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇത് കണ്ടോ, ബോഡി ബട്ടർ ഉണ്ട്, അത് ഭയങ്കര പോപ്പുലർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളതുകൊണ്ട് പ്രിയ സെല്ലിംഗ് ഇത് നാൽപ്പാമരാതി ഭയങ്കര നല്ലതാണല്ലേ ഓയിലി സ്കിന്ന്. നല്ലതാ. ഓക്കെ. സോ നമുക്കിത് ഇങ്ങനത്തെ ഈ പ്രോഡക്ട്സ് ആയതുകൊണ്ട് ധൈര്യത്തോടെ എടുക്കും ചെയ്യാം. ഡോക്ടറും കൂടിയാണ്. അതെ, ട്രാവൽ ഫ്രണ്ട്ലി പാക്കിംഗ്. ആ അതെ, പമ്പ്. അപ്പൊ അതുകൊണ്ടാ വെറുതെ ജസ്റ്റ് ലോക്ക് ചെയ്യാനും പറ്റും. ഭയങ്കര നന്നായിട്ടുണ്ട്. ഐപാഡിൽ കാണിച്ചു കൊടുക്കുന്നു. അതാണ് ബിസിനസ് ടെക്നിക്ക്. ഇവിടെ കഴിഞ്ഞ തവണയും ഭയങ്കര സെയിൽ ഉണ്ടായതുപോലെ ഐപാഡിൽ ബെഡിൽ വിരിച്ചതുണ്ട്. സോ എക്സാക്ട്ലി നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് ഇവിടെ നിന്ന് ചേച്ചി ഐപാഡിൽ ഡിസ്പ്ലേ ചെയ്യും. അതെല്ലാം ചേച്ചി എന്നെ ചെയ്യുന്നതാണ് കേട്ടോ. കണ്ട, എല്ലാം ഫാമിലി ആണുങ്ങളാണ് എല്ലാ പണിയും ചെയ്യുന്നത് ഇവിടെ. അതെ, അങ്ങനെയാണ്. ഹസ്ബൻഡ് ആയാലും ബ്രദർ ആയാലും അച്ഛനായാലും. എന്റെ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് എന്റെ ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ നടന്നു പോകും. അവിടെ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട്. അത് ജെഫ്രിനും ആണ് അതിന്റെ ബെസ്റ്റ് ആള്. അപ്പം നമ്മൾ ഇതെല്ലാവരും നടക്കുന്നത് ഒരു ഫാമിലിയുടെ സപ്പോർട്ട് വെച്ചാണ്. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെഞ്ചർ തുടങ്ങുമ്പോൾ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അത് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദർ, ബ്രദേഴ്സ് എല്ലാവരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് പ്ലസ്. നമ്മുടെ ഒരു എക്സിബിഷൻ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഇത്. ഞാൻ അറിയാതെ ഇതെപ്പോ ഇതാണ് ക്യൂട്ടസ്റ്റ് ബേബി അവാർഡ്. ക്യൂട്ടസ്റ്റ് നമ്മുടെ വിസിറ്റർ. സൂപ്പറാണ് കേട്ടോ. ഡാഡിക്ക് ഭയങ്കര മാച്ച്. വലുതാണോ? ഡാഡി ക്ഷീണിച്ചോണ്ടാ. ഡാഡിക്കും ഫ്ലാഗ് കിട്ടിയല്ലോ. ഓ, ഡാഡി സെലിബ്രേറ്റ് ചെയ്തില്ല ഇൻഡിപെൻഡൻസ് ഡേ ഒന്നും? എല്ലാ വർഷവും കൊടിയൊക്കെ വെക്കറിയോ? വന്നല്ല. ഇതാണ് മാവേലി. എന്തൊരു തിളക്കം ഇത്. ഓ, തൊഴുതാ എല്ലാരും തൊഴു. മോഡേൺ മാവേലിയാ. അതെ, ഇനി എന്താ വരും? ആ കൂളിംഗ് ഗ്ലാസ് ഒന്നും ഊരുവോ? കൂളിംഗ് ഗ്ലാസ് വരില്ല, എന്നെ കൊന്നാലും ഞാൻ കൂളിംഗ് ഗ്ലാസ് വരില്ല. ഇത് ശരിക്കും ഏതെങ്കിലും ഇപ്പൊ ഒരു മാവേലി നാടും. ഇതിപ്പോ മാവേലിയാണോ കാലനാണോ എന്ന് മനസ്സിലാവുന്നില്ല. സ്വഭാവം വെച്ച് കാലനാ. ശരിയാ, മാവേലിക്ക് ഒരു കുറവുണ്ട്. കാലനും കൂടെ വേണമായിരുന്നു. കാലന്റെ കൂടെ അനൗൺസ് ചെയ്യാൻ മാവേലി എക്സിബിഷന് വന്നിട്ടുണ്ടെന്ന്.
മാവേലിനെ കാണാൻ വന്നതാ. ഓ എന്തൊരു സന്തോഷം. ഭയങ്കര ഡിമാൻഡായിരിക്കും. 5 സ്റ്റാർ കുട്ടികൾക്കുള്ളതാ, പെൺകുട്ടികൾക്കുള്ളതല്ല. വേണ്ട. എനിക്ക് അതാണ് കൂടെ പ്രിൻസ് നടന്നോണം കേട്ടോ, വിശ്വസിച്ചു. അതെ. ഇതെന്താ? ഓ അസിസ്റ്റന്റ് ആണോ ഇത്? മാവേലിക്ക് അസിസ്റ്റന്റും ഉണ്ടോ? ഓ ഞാൻ കവറിലേക്ക് ഇട്ടോ. അല്ല ആ കവറിലേക്ക് മിഠായി ഇട്ടോ. അതെ. മാവേലി ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ മാവേലിയുടെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടാനായിരിക്കും. കുട്ടികൾ മാത്രം പിള്ളേരൊക്കെ വരാൻ തുടങ്ങി. വെയിറ്റ് ചെയ്യൂ, ഓടല്ല. പോകണ്ടായിരുന്നില്ല, എല്ലാരും ഇങ്ങോട്ട് വന്നല്ലോ. വാ വാ. ഹാപ്പി ആണോ പറയണം കേട്ടോ, അല്ലാത്തവർക്ക് കൊടുക്കരുത്. കുട്ടികളെ കണ്ട് പേടിച്ചു. ഒറ കൂടെ ഉണ്ട്. ഒറ കഴിയോ എന്നിട്ട് ചോക്ലേറ്റ് ഇല്ലാതെ പോകരുത് ആരും. ഓക്കെ. മിക്കവാറും ചോക്ലേറ്റ് അടുത്ത ബാച്ച് ഹാപ്പി ആണോ പറഞ്ഞാൽ ചോക്ലേറ്റ് കിട്ടും. ആദ്യത്തെ കുട്ടി, ആദ്യത്തെ വലിയ കുട്ടി. ഇനി എന്താ? ഇനി നടക്കാല്ലോ. പാട്ടില്ലല്ലോ മാവേലിക്ക്. പ്രിയനോട് പാട്ട് പാടാൻ പറഞ്ഞിട്ട് പാടുന്നില്ലല്ലോ. ഓ പാടിക്ക് പ്രിയ പാട്ട്. അതെ ഹാപ്പിയാണോ? ആ കണ്ടോ, പേടിച്ചു പോയി, പേടിച്ചു പോയി. മോന് കിട്ടിയോ ചോക്ലേറ്റ്? അപ്പൊ ഹാപ്പി ആണോ പറഞ്ഞാ മതി. ആ മാവേലിക്ക് തിരിച്ച് അങ്ങോട്ട് കിട്ടി. അത് കൊള്ളാലോ. രണ്ടെണ്ണം ഞാൻ കൊടുക്കുന്നു, എന്നാലും കുഴപ്പമില്ല. ഒരെണ്ണം കൂടെ വെച്ചോ. ഒരു നോട്ടം ആൾക്കാർ ഇത് ശരിക്കും മാവേലി ഇറങ്ങി വന്നോന്നുള്ള ഡൗട്ട് എല്ലാവർക്കും. ഹായ്, ചോക്ലേറ്റ് തരണോ? അവർ കിട്ടിയില്ലായിരുന്നോ? ചോക്ലേറ്റ് കിട്ടിയായിരുന്നോ? ആ എന്നാ കിട്ടിയ ചോക്ലേറ്റ്. ഹാപ്പി വേണം പറയും മാവേലി. ഹാപ്പി വേണം. കിട്ടി. ആ കുട്ടിക്ക് വേണമെന്ന്. ഇതെടുത്താ മതിയോ? ഷുഗർ ഇല്ലെങ്കിൽ കൊടുക്കാം. എന്തായാലും കൊടുത്താ. അതെ, ചോദിച്ചവർക്ക് വരെ മാവേലി കൊടുക്കും അല്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് വരെ കൊടുക്കണം. മാനേജറിന്റെ ID പ്രൂഫ് കാണിച്ചിട്ട് പിള്ളേർക്ക് ഏയ് അത് കൊടുക്കും, മോളിന് കൊടുക്കും. ഫസ്റ്റ് ടൈമാണ് മാവേലിനെ കാണുന്നതെന്ന് ലൈഫില്. ഇനി ഇതായിരിക്കും മൈൻഡില് മാവേലിയുടെ ഇമേജ്. ആ ആ ആ തന്നു തന്നു. അപ്പൊ മാവേലി നാളെ കാണാം വീണ്ടും. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നാളെ കാണാം. ചോക്ലേറ്റ് കംപ്ലീറ്റ് തീർന്നു. നാളെ മേടിച്ചോട്ടോ ചോക്ലേറ്റ്. നമ്മുടെ ഷോപ്പ് അഭിതാപം വന്നിട്ടുണ്ട്. അഭിതാപിന് വയ്യായിരുന്നേ, ബട്ട് സ്റ്റിൽ ഷീ കെയിം. അപ്പോൾ അവിടെ എവിടെ ഉണ്ട്, അഭിതാപിനെ പോയി കാണട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഷോൾസ് ഒന്നും മര്യാദയ്ക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് സിറ്റുവേഷൻ. സോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കയറിപ്പോയാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് കുറച്ച് മടിയാണ്. ഞങ്ങൾ മാമിന്റെ ജ്യൂസ് കുടിച്ചിട്ട് ഭയങ്കര ക്രേവിങ് വീണ്ടും വീണ്ടും. അപ്പോൾ യു ഓക്കെ? Not keeping well in the morning. അപ്പൊ പിന്നെ വൈകുന്നേരം ഇറങ്ങാൻ പറഞ്ഞു. ബിരിയാണി കിട്ടിയില്ല ഞങ്ങൾക്ക്. ബിരിയാണി വെച്ചില്ലല്ലോ ഇത്തവണ. പണിക്കാരില്ല മോനെ. ഓ പഴയ ആൾക്കാരൊക്കെ പോയി പോയി അല്ലേ?
പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്, വെക്കേഷൻ അല്ലേ, അതർവൈസ് എവിടെ നോ പ്രോബ്ലം. കുട്ടികള് 3 പേരും വന്നിട്ടുണ്ട്, എല്ലാരും ഉണ്ട് ഇവിടെ. ഞാൻ കണ്ട് എല്ലാരും മീറ്റ് ചെയ്തായിരുന്നു. വെക്കേഷൻ പീരീഡ് അല്ലേ, ദുബായ്ക്കാരുണ്ട്, എല്ലാരും ഉണ്ട്. ഒരു ദുബായ്ക്കാരത്തി വന്നപ്പോ ബാക്കിയുള്ളവരൊക്കെ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി വന്നു. എന്തായാലും ഈ തിരക്കിന്റെ ഇടയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. സോ ഓണേർഡ്. അല്ല, ഞാനാരും കൂടി പോയില്ല, നിങ്ങളെ കൂടെ മാത്രമേ വരുന്നുള്ളൂ. ചീസ് ബേക്കിന് കൊതിന്ന് കേട്ടാ. ചീസ് ബേക്കിന് പ്രിയക്ക് മാത്രം. അതെ, നമ്മളെ ഡയറ്റ് ആണല്ലോ ഇതിലും. 2 മിനിറ്റ് ഡയറ്റ് മാറ്റാം. ഞാൻ ഡയറ്റാ. ഫുൾ വെറൈറ്റീസ് ഉണ്ട് ഹോട്ടലിൽ കണ്ടതിനെ കാട്ടി. ഉന്നക്കായ, മറ്റേ പത്തരി, ചിക്കൻ ഫ്രൈ, കല്ലുമക്കായ, ചിക്കൻ ബേക്ക്, സുന്ദരിപ്പെട്ടിയുണ്ട്. അതുണ്ട്. അത് നല്ല ടേസ്റ്റ് ആട്ടാ. കുറെ സുന്ദരികളുണ്ട്. അത്രയും വെറൈറ്റി കിട്ടിയില്ലല്ലോ അവിടെ പോയപ്പോ. എവിടെ? അവിടെ ലേറ്റ് ആയല്ലോ. വേറെ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മള് ഉള്ളിലൊരു വലിയ പാർക്കിംഗ് സ്പേസ് ഉള്ള നോക്കിയെടുത്ത്, പക്ഷെ എന്നാലും പാർക്കിംഗ് ഫുൾ. സെക്യൂരിറ്റിക്കാരൊക്കെ പിള്ളേരാണ്, നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. എന്നാലും പാർക്കിംഗ് കുറച്ച് പാടാണ്. അത് വീക്കെൻഡ് ആയിട്ട് തന്നെ. റോഡിലും നമ്മൾ കുറച്ച് വണ്ടി ഇടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്നകാട്ടി വലിയ പാർക്കിംഗ് ഉള്ള എവിടെയെങ്കിലും ഒന്ന് തപ്പണം. ഇതൊരു വലിയ ചലഞ്ചാണ് പാർക്കിംഗ്. ഓക്കെ, സോ ഒരു 15 മിനിറ്റ്സ് നമ്മുടെ ഡേ 1 ക്ലോസിംഗ് ആണ്. എക്സോസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ, ഇന്ന് ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരുന്നു. സോ ഇറ്റ്സ് എ റാപ്പ് ഓൺ ഡേ 1. എല്ലാവരും എക്സോസ്റ്റഡ് ആൻഡ് ടയേർഡ് ആണ്. ജെഫ്രി മാത്രം നല്ല വൈബിലായിട്ട് നിൽക്കുന്നുണ്ട്. ഓ, ഫാബിനും കൂളിംഗ് ഗ്ലാസ് ഒക്കെ കളഞ്ഞിട്ട് വരും കേട്ടാ. ഞങ്ങളെ പോലത്തെ കൂട്ടുകാരുള്ളതുകൊണ്ട് അതൊക്കെ എടുത്തു വെച്ചു. അപ്പൊ നേരെ പോവാലോ ഡിന്നർ മീൻ മുട്ട. അപ്പൊ എനർജി ഇപ്പോഴാണ് എനർജി ആയത്. ഡാഡി മീൻ മുട്ട കഴിക്കുവോ? മീൻ മുട്ട 2 കഴിക്കാം. ഇന്നലെ മറ്റേ 2 ഗ്രാം പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാ കഴിക്കുന്നത്. ഞാനാ കഴിച്ചത്. മീൻ മുട്ടയ്ക്ക് എത്ര പ്രോട്ടീൻ ഉണ്ട്? അത് മീൻ മുട്ടയില് 10-200 ഗ്രാം ഉണ്ട്. ഡിന്നറിന് ഞങ്ങൾ വന്നിരിക്കുവാണ്. പ്രൈവറ്റ് റൂം ഒക്കെയാണ് കേട്ടോ. കേറി പറഞ്ഞു വിട്ടത് ആരുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ടത് പ്രിൻസ് ആന്റണി. അപ്പൊ ഇവിടെ പ്രൈവറ്റ് റൂം കിട്ടി. ഞങ്ങള് വേറെ ആരെയും കയറ്റാതിരിക്കേണ്ട ഡോറൊക്കെ ലോക്ക് ചെയ്യാണ്. പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറാം. അപ്പൊ റെഡി ആയിക്കോ. ഡാഡിക്ക് മീൻ മുട്ട വേണം. നല്ല ചൂട് ഫുഡ് കഴിച്ചാൽ മതി. പ്രിൻസിനാണ് അത്രയും പൊറോട്ട. അതെ, ഇരിക്കട്ടെ. അതെന്താ ബ്രെയിൻ അവിടെ വെച്ചോ? ബ്രെയിൻ കഴിക്കണ്ടേ ഫ്രീ? ഇതെന്താ പ്രോൺസ്? എന്ത് കിട്ടിയാലും അങ്ങ് വാങ്ങുവോ? 2 കൈ വെച്ച്. അത് പനീർ. അത് ആദ്യം ഇവിടെ വെച്ചിട്ട് അവരെടുത്തിട്ട് തരട്ടെ. ചിക്കൻ രാത്രി ബേപ്പൂർ ബീച്ചില് ഫാബിൻ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാണ്. ഇവിടുന്ന് ഇറങ്ങാൻ പോലും പറ്റില്ല. ഒന്നുമില്ല. അവിടെ കാലിക്കറ്റ് ബീച്ച് വെച്ച് നോക്കുമ്പോ ഇതൊന്നുമില്ല. ഒരു കാലി കുപ്പിയുടെ ഡസ്റ്റ്ബിൻ മാത്രം ഉണ്ട്. ജെഫ്രിനാണ് ബേപ്പൂരിൽ പോണം. ഞാനല്ലേ കിടക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് വല്ലതും വാങ്ങി തന്നോണം തിന്നാൻ. ഇവിടെ വരെ കൊണ്ടുപോകാൻ. അങ്ങനെ ഡേ 1 അവസാനിക്കാനായിട്ട് ഞങ്ങൾ തിരിച്ച് കാലിക്കറ്റ് ബീച്ചിൽ തന്നെ വന്നു. എന്തൊരു റഷ്, രാത്രി പോലും പാർക്കിംഗ് കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ബാക്കിയൊക്കെ നാളെ കാണാം. സോ ഡേ 2 ഹോപ്പ്ഫുള്ളി വിൽ ബി അടിപൊളി. ആൻഡ് ഒരു ഗ്രാൻഡ് OHF ഫ്ലീ മാർക്കറ്റിന്റെ 4th എഡിഷൻ ആയിരിക്കും. ഹോപ്പ്ഫുള്ളി വിൽ ബി കൺക്ലൂഡിങ് ഇറ്റ്. അപ്പൊ നാളെ കാണാം. ഹായ് ഗായ്സ്, സോ വെൽക്കം ടു ഡേ 2 ഓഫ് OHF ഫ്ലീ മാർക്കറ്റ്. കുറച്ച് ടയർഡായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും സെറ്റാണ്. ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങുവാണ്. ഹോപ്പ്ഫുള്ളി സൺഡേ വിൽ ഓൾസോ ബി അടിപൊളി ലൈക്ക് യെസ്റ്റർഡേ ആൻഡ് വിൽ ഹാവ് എ ഗ്രേറ്റ് OHF ഫ്ലീ മാർക്കറ്റ്. സീസൺ 4th ഇയർ ആണ് കാലിക്കറ്റിൽ. അപ്പോൾ നമുക്ക് നേരെ ഹാളിലേക്ക് പോവാം. ഓ, ഗ്ലാമർ ഡെയിലി ബൈ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്താണെങ്കിലും ഇത് ആകെ കൂടെ മുണ്ടിട്ട് വന്ന തീം പിടിച്ച് വന്ന ആളാ. ഡാഡി പോലും ഇട്ടിട്ടില്ല. രാവിലെ പോയി മേടിച്ചതാ. ഓ, അതാണ് ഡെഡിക്കേഷൻ ജെഫ്രിൻ തോമസിന്റെ. ഒരു യങ് ബിസിനസ്മാനെ പരിചയപ്പെടുത്തട്ടെ. ഓൺ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ? ഹൗ ഓൾഡ് ആർ യു? 10 ഇയേഴ്സില് വേദുനും കൂടെ ഉള്ളതാ. ഇത് മറ്റേ DIY ആണോ? ഇത് ക്ലേ എവരിതിങ്? ഇത് നമ്മൾ ശരിക്കും കാസ്റ്റിംഗ് പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ സഫീഷ്യന്റ് മോഡ്സ് കണ്ട്. പിന്നെ അയൺമാൻ ഇതൊക്കെ കുറച്ച് തീർന്നു. ഇതിപ്പോ ഇവന്റെ എക്സിബിഷൻസ് കഴിഞ്ഞു. 4 എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 24th തുടങ്ങിയല്ലേ.
നമുക്കൊരു ചിൽഡ്രൻസ് എക്സിബിഷൻ വെക്കണം. അല്ല നമ്മുടെ വലിയ ആള് 4 എക്സിബിഷൻ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്തൊന്നും ആള്. 24th ജൂലൈ 24th ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എത്ര നാളായിട്ട് നുവ എന്നാ പേര്? ഇവന്റെ പേര് നുവാൻ എന്നാണ്. ഓക്കെ, അപ്പൊ നുവ ആർട്ട് ലാബ് ബ്രാൻഡിന്റെ പേര്. ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആൻഡ് ബ്രൗണീസ് ഉണ്ടാക്കുന്നത്. ഓ എല്ലാരും ഇതിലേക്ക് തന്നെ. അങ്ങനെയാണ്. അല്ല തുടങ്ങിയിട്ട് എത്ര നാളായി ഇത്? ഈ ജൂലൈ 24th ഫസ്റ്റ് എക്സിബിഷൻ ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ അടുത്ത എക്സിബിഷൻ ഒക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞങ്ങൾ ഈ പ്രാവശ്യം വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ ടൈം നോ പ്രോബ്ലം. സിസ്റ്റർ ആൻഡ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ഓ ഹായ്. ഒരു ബ്രാൻഡ് ഉണ്ട്. ഓ എല്ലാവർക്കും ഉണ്ട്. അതെ അതെ അതെ. ബാങ്ക് ഓഫ് ഫാഷൻ അത്. പക്ഷെ ഇത് അല്ല 2 മക്കളുള്ളല്ലോ. ഇന്നലെ പ്രാണ ഇന്ന് ബാങ്കോക്ക് ഫാഷൻ. അവൾക്ക് വിഷമം വരട്ടെ. പ്രിയയുടെ ഓൺ ഡിസൈനിലാണ് ഇന്ന് വന്നിരിക്കുന്നത്, ഓൺ ഡ്രസ്സില്. അപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സ് വേണമെങ്കിൽ നമുക്കൊരു 50 പീസ് സ്റ്റോക്ക് ഉണ്ട്. പ്രിയ അല്ല, ഈ പ്രിയ 50 പീസ് ലിമിറ്റഡ് എഡിഷൻ ഉണ്ടാക്കി നിങ്ങൾക്ക് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. വന്നായിരുന്നോ? ഓ ഇവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ. സ്വർണ്ണ വവ്വാല. എങ്ങനെയുണ്ട് ഡാഡി പ്രിയയുടെ ഡ്രസ്സിങ്? പോരാ, അത്രേ ഉള്ളു. കൈ പൊക്കി പൊക്കി കാണിക്കണം. ഇത് പറ, ഇങ്ങനത്തെ ലൂസ് ഡ്രസ് അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നടക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്ന് ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ജെഫ്രിന് മെലിഞ്ഞിട്ടുണ്ട്, പക്ഷെ വിശക്കുന്നുമുണ്ട്. ആദ്യമായിട്ട് വിശക്കുന്നു. അതിനൂടെ വേറെ ഹാപ്പി ന്യൂസ്. മമ്മി 1 മാസം വെജിലായിരുന്നു. ഇന്ന് മമ്മി ഡാഡിയുടെ മുമ്പിൽ ഇരുന്ന് ചിക്കൻ കാല് കഴിക്കുന്നതായിരിക്കും. എല്ലാം കാണും അവിടെ. ഫിഷ് മമ്മി ധൈര്യത്തോടെ നോൺ വെജ് ചാലും ഓർഡർ ചെയ്യും. ഫിഷ്, ചിക്കൻ എല്ലാം കൂടെ ഇട്ട് ഡാഡി നല്ല മുളക് നാളെ ഡാഡി നാളെ കാണണ്ടല്ലോ. നാളെ തിരിച്ച് നാട്ടിൽ പോവല്ലോ. ഡാഡിയുടെ മുമ്പിലിരുന്ന് ചോറില് മീൻകറി ഇട്ട് പപ്പടം ഇട്ട് കഴിക്കും ഡാഡി. ഞാൻ ഇന്ന് നിർത്തി പൊരിച്ചത്. പൊരിച്ച കോഴി മീൻ ഫ്രൈ ചെയ്യുന്നു. ഡാഡിയുടെ കൊതി കിട്ടി മമ്മിക്ക് വരളക്കം പിടിക്കുന്നു. ഡാഡിയില്ലേ ഫുഡ് കഴിക്കുന്ന ഡാഡി നോക്കുന്ന മമ്മീനെ നോക്കിയായിരിക്കും കഴിക്കുന്നത്. ആ മമ്മി കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഡാഡിയുടെ വായ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ കൊടയാണ് എടുത്തോണ്ട് പോയതെന്ന്. എല്ലാ വർഷവും വരുന്നതാണ് താമരയായിട്ട്. അങ്ങനെ ആ ചേച്ചിയുടെ വെയിലത്ത് കടത്തിച്ചല്ലേ? ആ, ഫിഷ് കറി മീൽസ് വിത്ത് ഫിഷ് ഫ്രൈ ആൻഡ് ഫിഷ് നിർവാണ ആൻഡ് ബീഫ് ഫ്രൈ. അവരുടെ പോയാൽ മതിയായിരുന്നു. വെജിറ്റേറിയൻ മീൽസ് കഴിച്ചു. ആര്? ഫിഷ് കറി മീൽസ് കഴിച്ചു. ആ അത് തന്നെ, അത് തന്നെ ഞങ്ങളും പറഞ്ഞ. അല്ലായിരുന്നു. ആ ചേച്ചി ഇനി എപ്പോഴായിരിക്കും കാണുന്നത്? അടുത്ത എക്സിബിഷന് വരുന്നു. ചേച്ചി പറയാ പ്രിയ ഭയങ്കര സുന്ദരിയായി, ദില്ലു നന്നായി മെലിഞ്ഞു, ജെഫ്രിന്റെ അലമ്പിന് ഒരു കുറവുമില്ല. അതങ്ങനെ ആണോ? ഇടയ്ക്കിടയ്ക്ക് കാണുന്നോണ്ട് നിങ്ങളുടെയൊക്കെ രൂപമാറ്റം എനിക്ക് ശരിക്കും മനസ്സിലാവും. അതെ എന്നും കാണുന്നവർക്ക് മനസ്സിലാവും. അതെ, പിന്നെ കാണുന്നവർക്ക് മനസ്സിലാവില്ല. അല്ലാത്ത നമ്മളെപ്പോഴും കാണുന്നവർക്ക്. അതെ, ഇനി അടുത്ത വർഷം കാണുമ്പോ പ്രിൻസിനെ നേരത്തെ കണ്ടു. കഴിഞ്ഞ എക്സിബിഷൻ കല്യാണം വിളിക്കൂലേ? കാരണം ഉച്ചയ്ക്ക് കഴിക്കാത്തതാണ്. പക്ഷെ ജെഫ്രി മൂഷാട്ടെ ആയതുകൊണ്ട് മധുഹൂതം ഞാൻ ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് കാലിക്കറ്റ് കഫറ്റീരിയ റിവ്യൂ നോക്കി വന്നതാണ്. ഹോപ്പ്ഫുള്ളി ദ ഫുഡ് വിൽ ബി ഗുഡ്. എന്തൊരു വെയിലാന്നറിയോ? ഭാഗ്യത്തിന് എന്തായാലും മഴയില്ല എക്സിബിഷൻ ദിവസങ്ങളിൽ. അപ്പൊ ഇതാണ് സംഭവം അല്ലേ? ഇതാണ് സംഭവം. ടേസ്റ്റ് ഉണ്ടോന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ജെഫ്രി അല്ല ഇപ്പൊ എന്തായാലും ടേസ്റ്റ് ആണ്. അത്രയും വിശന്നിരിക്കുക. എന്റെ അല്ല, ഞാനും പറഞ്ഞ സ്ഥലമല്ല. ആ സ്ഥലത്ത് ഇല്ലല്ലോ. ആ സ്ഥലത്തില്ല, ഇവിടെ ഉള്ളു. എനിക്കിഷ്ടമായി ചേട്ടാ. ഒരു അത് തന്നെ പ്രിൻസ് പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ ചർച്ചിച്ചോറിന്റെ വേർഷൻ. സാധാരണ ബിരിയാണിയിലൊന്നും ഇത്രയും
എല്ലാ റൈസിലും ഇത്രയും ഫ്ലേവർ കാണില്ലല്ലോ. ശരിക്കും ഫ്ലേവർ ഇറങ്ങി കുക്ക് ചെയ്തിരിക്കുന്ന മസാലയൊക്കെ ഇഷ്ടമുള്ളവർക്ക്. പക്ഷെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയും തക്കാളിയല്ല, സ്പൈസസിൻ്റെ മസാല ഇല്ലേ, അത് ഇഷ്ടപ്പെട്ടവർക്ക് പക്ക. എനിക്ക് ആക്ച്വലി കൂടുതലൊരു എന്താ മറ്റേ ദിണ്ടിക്കൽ ബിരിയാണി ഒക്കെ ഇല്ലേ, ഏകദേശം ആ ഒരു റൈസിൻ്റെ ഫ്ലേവേഴ്സാണ് കിട്ടുന്നത്. ഫുഡ് അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല, ഇവിടുത്തെ ഏറ്റവും റേറ്റിംഗ് കിട്ടിയ ഒരു സ്ഥലമാണ്. പക്ഷെ എന്നാലും എന്നല്ല ബിരിയാണിയുടെ അത്ര ഒരു ഹെവി അല്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങളൊരു 2 ദിവസത്തേക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുവാണെങ്കിൽ ബിരിയാണീസ് തന്നെ ട്രൈ ചെയ്യുക. ദിസ് ഈസ് ഓക്കെ, ഡിഫറെൻറ്റ്. എനിക്ക് മിഡിൽ ഈസ്റ്റേൺ ഫ്ലേവേഴ്സ് ഇഷ്ടമാണ്. ഒരു കമ്പാരിറ്റീവ്ലി ഹെൽത്തിയ വേർഷനാണ് എനിക്ക് തോന്നുന്നത്. പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്യുന്നതാണല്ലോ, വിത്തൗട്ട് മച്ച് ഓയിൽ ആൻഡ് ഗീ ആൻഡ് സ്റ്റഫ്. കുഴപ്പമില്ല. നേരെ ബാക്ക് ടു ദ ഹാൾ. പണ്ടാണെങ്കിൽ പോയ ഉടനെ ഷെയ്ക്സ്, ജ്യൂസ്, ഡിസേർട്സ്, അതെ പലതും കഴിക്കാതെ. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. പാർക്കിംഗ് വലിയ പ്രശ്നമാണ് കേട്ടോ. ഇത്രയും വണ്ടികളുണ്ടായിട്ടും അല്ല ഇത്രയും സ്പേസ് ഉണ്ടായിട്ടും പാർക്കിംഗ് സ്പേസ് ഇസ് എ ബിഗ് ഇഷ്യൂ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനൊരു സൊല്യൂഷൻ ഇല്ല. നമുക്ക് ഇനി ഇവിടെ ഈ ഹാളിൽ നടത്താൻ പറ്റുള്ളൂ. പക്ഷെ പാർക്കിംഗ് ഐ ഡോണ്ട് നോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. തിരിച്ചതേ നമ്മൾ ഹാളിലേക്ക് വന്നു. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു സുഖമാണ്. അതെ ഡെസേർട്ട് വല്ലതും വേണോ? എന്ത് അതങ്ങ് കഴിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയോ കഴിക്കാനായിട്ട് തോന്നുന്നു. ആ തണുപ്പും. അവിടെ കുനാഫ ചോക്ലേറ്റ് കിട്ടും. ഓ അത് എനിക്കത് വേണ്ട. എനിക്ക് സാധാരണ എന്ത് വേറെന്തെങ്കിലും മതി. വേണ്ട, ഞാൻ കഴിച്ചിട്ട് വരാം. വേണ്ട, നമ്മളിത് കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നലെ ഒന്നും അധികം കാണിക്കാൻ പറ്റിയില്ല. ഇവരുടെ കേക്കിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നേ. സ്ട്രോബെറി. ഇത് ആക്ച്വലി ഷുഗർ ഫ്ലഫി എന്ന് പറഞ്ഞാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഫ്രഷ് ചോക്ലേറ്റ് ബേസ്ഡ് അമേസിങ് ചോക്ലേറ്റ് കേക്ക്സ് ആണ്. ഇവർക്ക് സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി ഡെക്കറേഷൻ ആണോ ചോക്ലേറ്റ് സോസ് ഇടാനാണോ? ഡെക്കറേഷൻ ആണോ? ഞങ്ങൾക്ക് അത് പറ്റില്ല. ഈ സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഒഴിച്ച് തരണം. ഇത് മെറ്റലിന്റെയാ? അല്ല. ഏത്? ഞാൻ ചോക്ലേറ്റ് കഴിക്കാത്ത ആളല്ലേ. എന്തേ? കഴിച്ചോണ്ടിരിക്കും. എന്നാ കഴിക്കണ്ട. ഇതല്ലാതെ താങ്ക് യു. പിന്നെന്താ? ഇതാണ് മെറ്റൽഡ അല്ലേ? മെറ്റൽഡ. ഇത് സ്ട്രോബെറി ചോക്ലേറ്റ്. ലണ്ടൻ കേക്ക്. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓവർലി സ്വീറ്റും അല്ല, നല്ല ക്രീമി. നമ്മുടെ കാശീസിലൊക്കെ കിട്ടുന്ന ചോക്ലേറ്റ് സോസ് ഇല്ലേ, ആ ഒരു ക്വാളിറ്റി തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അടിപൊളി. ഇത് ഷുഗർ ഫ്ലഫി എന്നാണ്. ക്ലൗഡ് ലൈക്ക് ഗുഡ്നസ്. സത്യം ക്ലൗഡ് കേക്ക് പോലെ തന്നെ ഉണ്ട്. മെയ്ഡ് വിത്ത് ലവ്. അതും സത്യമാണ്. യൂസ് ഓൾ ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ്. ഇതാണ് ഇൻസ്റ്റാഗ്രാം പേജ്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇത്രയായി. അപ്പോൾ കാര്യമായിട്ട് അത് കാണിക്കാനില്ല. ദാറ്റ് മീൻസ് കാര്യമായിട്ട് കാണിക്കാനില്ലാത്ത നമുക്കൊരു സന്തോഷമാണ്. ബിക്കോസ് ദാറ്റ് മീൻസ് പീപ്പിൾ ലവ് ദിസ് ഫുഡ്. എറണാകുളത്തും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ നൗ കാലിക്കറ്റ് ഇസ് ഓൾസോ ടേക്കഡ് ഓവർ. സോ അതെ, ഇപ്പം എന്താ കാണിക്കാനുള്ള കുറച്ച് കപ്പ് കേക്ക്സ് പോലത്തെ ഉണ്ട്. ഇതെന്താ? മെറ്റൽഡ ബ്രൗണി. ഓക്കെ. ഇത് ബദാം ടീ. ഓക്കെ. അന്ന് കഴിച്ചത്. ഓക്കെ. ആൻഡ് ദെൻ ഇത് കുറച്ച് ബ്രൗണീസ്. ഇത് ഫെറോ റോഷർ ടപ്പ് കേക്ക് ഉണ്ട്. അതുപോലെ ഇത് ഏതായിരുന്നു? ഹെവൻലി. ഇത് ഓൺ റെസിപ്പിയാ? ഓക്കെ. എന്റെ ഓൺ റെസിപ്പി. വേറെ എവിടെയും കിട്ടില്ല. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഏതായിരുന്നു? ഹെവൻലി, പിന്നെ ബ്രൗണീസ്. ഫ്രൂട്ടോർ. ഇവിടെ പിന്നെ കുറച്ച് നമ്മൾ ആൽക്കഹോളിൽ സോപ്ഡ് ആണ്. അത് അത്രയും പോവില്ല. നമ്മൾ അത്ര കൊണ്ടുവന്നിട്ടുള്ള. ഓക്കെ. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയത്, ഹെവൻലി. അപ്പൊ ഓൺ റെസിപ്പിയാണ് ഹിറ്റ് ആയത്. അതെ, ഇവിടെ കയറുന്നാണ് ഡൗട്ട്. ഇവിടെ നമുക്കത് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതെ ഇവിടെ പോവല്ലോ. ഡൽഹി ഡൗലിഷ്നസ്. അത് നല്ല പേരാണല്ലോ, ഡൗലിഷ്നസ് ആണ്. ഫസ്റ്റ് ട്രൈ ദെൻ ബൈ. അത് കൊള്ളാം. കാണിക്കേണ്ട അതല്ലേ. സോ ബ്രൗണീസ് ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളത്. പല എനിക്ക് തോന്നുന്നു ലോട്ടസ് ബിസ്കപ്പ് ഉണ്ട്, കുനാഫ ചോക്ലേറ്റ് ഉണ്ട്, ഫഡ്ജ് ഉണ്ട്, ഫഡ്ജ് ബ്രൗണീസ് ഉണ്ട്. ആണോ? ട്രൈ ചെയ്ത പയ്യോ? ഓ, ഫുൾ ഫഡ്ജ് തന്നെയാണല്ലോ കംപ്ലീറ്റ്. കോൺഫിഡൻസ് ഉണ്ട്, അതാണ് അവര് ഫസ്റ്റ് ട്രൈ. ഇത് ഏത് ഫ്ലേവർ? ഇത് ഓ, ഇത് ടോപ്പിംഗ്. എവരിതിങ് ഈസ് ക്ലാസിക്.
ഓക്കെ 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 എല്ലാം ക്ലാസിക് ബ്രൗണീസ് ആണ്, പക്ഷെ ടോപ്പിംഗ്സ് ആണ് വേറെ വരുന്നത്. എനിക്ക് പിസ്താഷ്യോ, പിസ്താഷ്യോ, ലോട്ടസ് ബിസ്കോട്ട്, കുക്കീസ്. ഓ കുക്കീസ് ആൻഡ് ബ്രൗണി മിക്സ് ചെയ്തു. വെരി നൈസ് കേട്ടാ. എനിക്ക് ഇവിടെ വരാൻ പറ്റിക്കാണല്ലോ എളുപ്പം, പക്ഷെ നിങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ദ ക്ലാസിക്. 5 months ആയിട്ടുള്ളൂ. കഴിഞ്ഞോണം വന്നില്ലേ? അപ്പൊ പ്രഗ്നന്റ് ആയിരുന്നു. യങ്ങസ്റ്റ് കസ്റ്റമർ അറ്റ് ഓച്ച ഫ്ലീ മാർക്കറ്റ്. അയ്യടാ, ക്രാങ്കിയാണോ? ക്രാങ്കിയാണോ? കരയോ? എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ടോ? എക്സിബിഷൻ വാങ്ങിക്കോണം കേട്ടാ. ഓ ഗുലാബ് ജാമുനൊക്കെ ഉണ്ട്. ജെഫ്രൻ വാങ്ങിപ്പിച്ചതാ. ഡയറ്റ് ഡോക്ടർ എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് അപ്പൊ ഇത്താസ്നാണ് പേര് പോലെ തന്നെ കുറെ ഇത്തമാരുണ്ടാക്കുന്നതാണ്. ജെഫ്രൻ ഓൾറെഡി ഇവിടുന്ന് കഴിച്ചു. ചായ അടിപൊളിയാ. ചായ ഓ കോഫിയോ ചായയോ? ഗുലാബ് ജാമുൻ വേണോന്ന്. ഓഫ് എനിക്ക് വേണ്ട. കല്ലുമ്മക്കായ. ഇത് ലോളിപ്പോപ്പോ? ബ്രെഡ് സ്റ്റിക്സ്. ഇവിടെ വരാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കാലിക്കട്ടൊക്കെ വരുമ്പോൾ ഇവർ ഓർഡർ ചെയ്ത് പ്രീ ഓർഡർ ചെയ്തൊക്കെ ഓർഡർ ചെയ്യാം. കാരണം അത്രയും നല്ല ഫുഡാണ്. ഇവന്റെ ഡ്രിങ്ക്സ് ടെൻഡർ കോക്കനട്ട് ശരിക്കും കരിക്ക് അടിച്ച് പാലുമായിട്ട് വേറെ ലെവല് തിക്ക്. അതെന്താ? ഓക്കെ. ഓ പാഷൻ ഫ്രൂട്ടും ചില്ലിയോ? ഓ മൈ ഗോഡ്. ഫ്രഷ് പാഷൻ ഫ്രൂട്ട് പൾപ്പ് വിത്ത് എ പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ഗ്രീൻ ചില്ലി. ഓവലി സ്പൈസി അല്ല, പക്ഷെ ആദ്യമേ പാഷൻ ഫ്രൂട്ടിന്റെ മധുരം കിട്ടും, അത് കഴിഞ്ഞിട്ട് അതിന്റെ പുളിപ്പ് കിട്ടും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഷോട്ട് ഓഫ് ഹീറ്റ് ആ ചില്ലിയുടെ. കുടിച്ചോ? കുടിച്ചോക്ക്. അടിപൊളി സാധനങ്ങൾ കേട്ടോ. നിങ്ങൾ ഫുഡ് വേണം ഓർഡർ ചെയ്ത് ഡ്രിങ്ക്സ് എങ്കിലും ഓർഡർ ചെയ്യും. ഫുഡ് ഓർഡർ ചെയ്യണം. അയ്യോ ഇതൊക്കെ ഇന്നലെ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഗിൽറ്റ്. ഇപ്പൊ ഉണ്ടായിരുന്നു പ്രോൺസ് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, അറിയോ? ഭയങ്കര മിസ്സായി പോയി. ഇനി തൊട്ടെങ്കിലും തലേ തുടങ്ങുന്ന അന്ന് തന്നെ വാ. സംഭവം എന്താന്നറിയോ? ഡയറ്റ് ആയതുകൊണ്ട് എല്ലാവരും പട്ടിണി കിടന്നു. ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കില്ലേ? ഞാൻ വീഡിയോ എടുക്കാൻ വന്നാലല്ലേ എല്ലാവർക്കും വരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെങ്കിലും എനിക്ക് എന്തെങ്കിലും കൊണ്ടു തന്നെ. ഇപ്പൊ ദില്ലു ഡയറ്റ് ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതെ, മധുവും ജയിച്ചു. ഫുഡിന് മുമ്പ് ഒരു ലൈം ജ്യൂസ്, ഫുഡ് കഴിഞ്ഞിട്ട് ഒരു ലൈം ജ്യൂസ്. എനിക്കൊന്നും തന്നില്ല. മുറുക്ക് കിട്ടിയല്ലോ. ജെഫ്രിക്ക് കൊതി കേട്ടാ. അത് കേട്ടപ്പോഴേക്ക് നൂഡിൽസ് വേണ്ട, വെറുതെ നമ്പർ. ചീസ് ബേക്ക്, നൂഡിൽസ്, ഓരോ ദിവസം വരുമ്പോൾ പുതിയ പുതിയ ഐറ്റംസ് സൈനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുവാണ്. മടുക്ക. ഓ ഇത് ചിക്കനാണോ? ഓ ചിക്കൻ നൂഡിൽസ്. ഡാഡി കാണണ്ട, ഫുൾ ചിക്കനേ ഉള്ളു അല്ലേ? അതാണ് ചിക്കൻ നൂഡിൽസ് പറയാൻ പറ്റില്ല എന്ന്. കംപ്ലീറ്റ് ചിക്കനും കുറച്ച് നൂഡിൽസും കാണുമ്പോ തന്നെ എന്ന് പറഞ്ഞിട്ട് ഫുൾ ചിക്കൻ. സോ അതെ, എന്തായാലും നമ്മൾ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. സീസൺ 4 എത്ര മാസത്തെ പ്രിപ്പറേഷൻ ആണ്? 2 hours അതൊക്കെ അവസാനിക്കും അല്ലേ? എത്ര മാസത്തെ പ്രിപ്പറേഷൻ ആണ്? അങ്ങനെ അതും കഴിഞ്ഞു. 2 hours അതും അവസാനിക്കും. അതെ, എന്തോ ഒരു വർഷമായിട്ട് നമ്മള് ചെയ്തോണ്ടിരിക്കുക. അതെ, പ്രിയക്ക് ഓടുന്നു. എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടത്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിൽ പോയി തിരക്കി ഇറങ്ങാനാണ് പാട്. അവരോട് പറയാൻ പറ്റുമോ എനിക്ക്? അതെ, എനിക്ക് അധികമൊന്നും ഞാൻ പറഞ്ഞ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്റ്റാഫിന് വയ്യായിരുന്നു. അപ്പം എങ്ങനെ കാറിൽ കുറേ നേരം AC ഇട്ട് കൊടുത്ത പുള്ളിക്കാരി കിടന്നുറങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ ആയിരുന്നു നമ്മൾ കുറച്ച് നേരമൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ അധികമൊന്നും വ്ളോഗ് ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോഴും താങ്ക്ഫുള്ളി പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഞങ്ങളെ അടുത്ത തവണ തൊട്ട് ഇപ്പോൾ തിരിച്ചത്തേക്ക് എക്സിബിഷൻ 8 മണിയായി. രാത്രി ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. അടുത്ത തവണ തൊട്ട് ഞാൻ ഒരു സജഷൻ ചോദിക്കുക.
രാവിലെ 12, ഉച്ചയ്ക്ക് 12 തൊട്ട് രാത്രി 12 വരെ ആക്കിയാലോ എന്ന് ആലോചിക്കുക. റാദർ ദാൻ ഇറ്റ്സ് ക്ലോസിങ് അറ്റ് 9 o'clock. കാലിക്കട്ട് രാത്രിയാണ് ഫുൾ വൈബും ഫുൾ തിരക്കും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 12 to 12 ആക്കിയാൽ എന്താണെന്ന് ഞങ്ങൾക്കൊരു ആലോചന. ലാസ്റ്റത്തെ നമ്മുടെ ഫുഡ് സ്റ്റോൾ ഇതൊക്കെയാണ്. അവർ ബ്രൗണീസ് കൈ കൊണ്ടുവന്ന് പോകും, അത്രയും കൂടെ ഉള്ളൂ, ക്ലോസിങ് ആയല്ലോ. അപ്പോൾ എല്ലാ സ്റ്റോൾ ഓണേഴ്സിലും പിടിച്ചു നടക്കും. അങ്ങനെയൊക്കെ നമ്മൾ ആക്റ്റീവായാൽ മാത്രമേ നല്ല രീതിയിലുള്ള സെയിൽ നടക്കുകയുള്ളൂ കേട്ടോ. വെറുതെ ഒന്നും ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നോ വൺ വിൽ ബി ഇൻട്രസ്റ്റഡ്. ഇത് നല്ലൊരു ടെക്നീക്കാണ് ഉണ്ടാകും. ഓക്കെ, സോ സമയം നോക്ക്. ആദ്യമായിട്ടാണ് ഒരു എക്സിബിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും നേരം ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ഉണ്ട്. ജെഫ്രി മാത്രം മുണ്ടൊക്കെ മാറ്റി തണ്ടർ തൈസായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രിൻസ്, പ്രിയ എല്ലാവരുമായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ് അടുത്ത എക്സിബിഷനെ കുറിച്ച്. സോ അടുത്ത പ്രിൻസ് പ്രിയൊക്കെ അടിയായിട്ട് ഇത്തവണ നമുക്ക് കുറേ സജഷൻസ് കിട്ടി. സോ നമ്മൾ അതിലൊക്കെ വർക്ക് ചെയ്ത് വിൽ ട്രൈ ടു എഗെയിൻ എങ്ങനെയാണിത് വേറെ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ളത്. എന്നാലും നെക്സ്റ്റ് ഇയർ ഉള്ളു കാലിക്കറ്റിൽ വൺസ് ഇയർ നമ്മൾ എക്സിബിഷൻ നടത്തുന്നുള്ളൂ. സോ വി ആർ ലോട്ട് ഓഫ് ടൈം ടു എന്താ പറയുന്നത് ബ്രിങ് ഔട്ട് ന്യൂ ഐഡിയാസ്. ആൻഡ് താങ്ക്സ് ഫോർ ഓൾ ദ ബ്രാൻഡ്സ് വന്ന് സജഷൻസ് തന്നതിലും നമ്മളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ. വി ആർ കണ്ടിന്യൂലി ഗ്രേറ്റ്ഫുൾ ആൻഡ് വി ഓൾവേസ് വാല്യൂ യുവർ ഒപ്പീനിയൻ. ആൻഡ് എന്തായാലും അടുത്ത എക്സിബിഷൻ എറണാകുളത്തേക്കാണ്. ആൻഡ് അത് ഡിസംബർ 5th and 6th അവന്യൂ സെൻറ്ററിലായിരിക്കും. അത് ക്രിസ്മസ് എക്സിബിഷൻ ആയിരിക്കും. പക്ഷേ അതിൽ വളരെ ലിമിറ്റഡ് ബ്രാൻഡ്സേ ഉള്ളൂ. കാലിക്കറ്റ് അത്ര പോലെയല്ല, കുറച്ച് ലിമിറ്റഡ് ബ്രാൻഡ്സ് ആയിട്ട് നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ബുക്കിംഗ്സ് ഓപ്പൺ ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ അടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ അടുത്ത വർഷം ടിൽ നെക്സ്റ്റ് ടൈം ഫ്രം കാലിക്കറ്റ് നമുക്ക് എന്താ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും കാലിക്കറ്റിൽ എക്സിബിഷനിൽ കാണുന്നതായിരിക്കും. അതല്ലാതെ നല്ല കുറേ അടിപൊളി ട്രാവൽ വ്ളോഗ്സ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. പറ, എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോ. സമയം 3:30. ആദ്യമായിട്ടല്ലേ ഇത്രയും സീരിയസ് ഡിസ്കഷൻസ്. ഫുഡ് വേണോ? പ്രിൻസ് ഇടയ്ക്ക് ഉറങ്ങി കേട്ടാ. അതെ, ബാച്ചിലർ പാർട്ടി ഉണ്ട്. ആദ്യമായിട്ടാണ് ബാച്ചിലർ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എനർജി ഇല്ലാത്തിരിക്കുന്ന ആള്. എന്നാലും ഒരു എക്സൈറ്റ്മെന്റ് വേണ്ട, അതില്ല. അതെ, എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബാച്ചിലർ പാർട്ടി.